ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ചമ്പനീർ പൂവിലെ ഇന്നത്തെ ട്വിസ്റ്റ് നിറഞ്ഞ പ്രൊമോ നിങ്ങൾ കണ്ടില്ലേ? ആ ആഴ്ചത്തെ മുഴുവനായിട്ടുള്ള എപ്പിസോഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നീലിമയിലൂടെ സച്ചി എല്ലാ സത്യങ്ങളും എല്ലാവരിലേക്കും എത്തിക്കുന്ന സമയത്ത് ഒരു ദാക്ഷിണ്യവും കൂടാതെ ചന്ദ്രമതി ശ്രുതിയെ തല്ലിയിറക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡ്. ശ്രുതിയുടെ അമ്മ കണ്ട ആ ദുർസ്വപ്നം യഥാർത്ഥത്തിൽ ഫലിക്കുകയാണ്. സച്ചി നീലിമയ്ക്ക് ഡ്രൈവറായി പോകുന്നതും എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞതിനു ശേഷം ചന്ദ്രമതി ശ്രുതിയെ അടിച്ച് വെളിയിൽ കളയുന്നത് വരെയുള്ള എപ്പിസോഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സച്ചിയാണ്. സച്ചിയുടെ കാറ് ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ആ സമയം രേവതി ഒരു കപ്പ് ചായയുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. സച്ചേട്ടാ, ദ ചായ. ആ രേവതി, ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ, അപ്പോഴത്തേക്കും നീ ചായയായിട്ട് എത്തിയല്ലോ. എന്റെ മനസ്സറിയാവുന്ന ഭാര്യ തന്നെയാ നീ. ഓ, അതിപ്പോഴാണാവോ എന്റെ ഭർത്താവിന് മനസ്സിലായത്. ഏയ് അങ്ങനെയൊന്നുമല്ല, നീ ആ ചായ ഇങ്ങ് തന്നെ. അല്ല സച്ചേട്ടാ, ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല ഓട്ടം കുറവാണല്ലോ, എന്താ പറ്റിയത്? അതൊന്നും പറയണ്ട രേവതി, കുറച്ച് ദിവസമായിട്ട് ഇപ്പം ആരും അങ്ങനെ ഓട്ടം ഒന്നും വിളിക്കുന്നില്ല. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഓട്ടം വിളിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല സച്ചേട്ടാ. രേവതി, അതിന് എനിക്ക് മാത്രമല്ല ഈ പ്രശ്നമുള്ളത്. എന്നെ പോലെ കാർ ഓടിക്കുന്ന എല്ലാവരും ഈ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുക. മുറി കെട്ടാനാ ഞാൻ പകലോ അന്ത്യവും ഇല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അതിനിടയ്ക്ക് ഓട്ടം കൂടി ഇല്ലാതായിട്ട് ഇപ്പം എനിക്ക് വീട്ടിലിരിക്കാൻ പോലും ചടപ്പാ. അതൊന്നും കുഴപ്പമില്ല സച്ചേട്ടാ, ഇപ്പൊ പൂവൊക്കെ അത്യാവശ്യം വിറ്റ് പോകുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, ഇപ്പൊ പല പാർട്ടികളിലും പൂവൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ എന്നെ വിളിക്കുന്നില്ലേ. അത്യാവശ്യ പണമൊക്കെ അങ്ങനെയും കിട്ടുന്നുണ്ട്. അതാ ഇപ്പൊ ഏക ഒരു ആശ്വാസം എന്ന് പറയുന്നത് രേവതി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ആ രേവതി, ഒരു മിനിറ്റേ, ആരോ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്താണ് നീലിമയാണ് കേട്ടോ വിളിക്കുന്നത്. ആ നീലിമ മേഡം ആണല്ലോ. രേവതി, എന്റെ കാറിൽ യാത്ര ചെയ്യുന്ന ഒരു ലേഡിയാ. ഞാനൊന്ന് ഫോൺ എടുത്ത് നോക്കട്ടെ, ചിലപ്പോൾ വല്ല ഓട്ടത്തിനും ആയിരിക്കും. ശരി സച്ചേട്ടാ, പെട്ടെന്ന് എടുക്കാൻ നോക്ക്. അങ്ങനെ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ നീലിമ മേഡം. ആ സച്ചി, എന്നെ മറന്നിട്ടില്ലല്ലേ? എങ്ങനെ മറക്കും മേഡം. എന്താ മാഡം, വല്ല ഓട്ടോ ഉണ്ടോ? ഓട്ടോ ഉണ്ട് സച്ചി, ഞാനിപ്പോൾ വീണ്ടും നാട്ടിലെത്തിയിരിക്കുകയാണ്. എനിക്ക് 1-2 സ്ഥലത്ത് പോവാനുണ്ട്. ആണോ, എപ്പോൾ വരണം മാഡം? അത് പിന്നെ സച്ചി, കഴിവെങ്കിൽ ഇപ്പം തന്നെ പോരെ, നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങാം. ഓ ശരി മാഡം. വീട്ടിലോട്ട് വരണോ അതോ വീട്ടിലോട്ട് വന്നാൽ മതി? ശരി. രേവതി, എനിക്ക് 1-2 സ്ഥലത്ത് പോവാനുണ്ട്. എന്തായാലും ഈ ഓട്ടം കിട്ടിയത് നന്നായി, വെറുതെ ഇവിടെ ഇരിക്കുമായിരുന്നു. ശരി സച്ചേട്ടാ. അല്ല, എവിടേക്കെങ്കിലും ദൂരേക്കോ മറ്റോ ആയിരിക്കോ? ഏയ്, അവർക്ക് അങ്ങനെ ദൂരേക്കൊന്നും പോവാനില്ല. അവർ കാനഡയിലാ. 1-2 ബന്ധുക്കളുടെ വീട്ടിൽ പോവും. പിന്നെ എഗ്രിമെന്റ് അത് ഇതൊന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഓഫീസുകളിൽ പോവാറുണ്ട്. മിക്കവാറും അവിടെയൊക്കെ ആയിരിക്കും സമയം പോവാ. പക്ഷെ കുഴപ്പമില്ല, അവർ വെയിറ്റിംഗ് ചാർജും ടിപ്പും ഒക്കെ തരാറുണ്ട്. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാട്ടോ രേവതി. ശരി സച്ചേട്ടാ. അങ്ങനെ സച്ചിയെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് രേവതിയാണ് കേട്ടോ. രേവതി സാരിയൊക്കെ മാറ്റിയിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കാണ്. ആ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നുണ്ട്. ഡി നിന്നെയാ വിളിച്ചത്. ഷെടാ, ഇവള് വിളി കേൾക്കുന്നില്ലല്ലോ. എടി രേവതി. ഓ, അമ്മ എന്നെയാണ് വിളിച്ചത്. എന്താ അമ്മേ, നീ ഞാൻ ഇപ്പൊ വിളിച്ചത് കേട്ടില്ലേ? ഷെടാ, ഞാൻ എങ്ങനെ കേൾക്കാനാ? എടീന്ന് വിളിച്ച ഞാൻ വിളി കേൾക്കണമെന്നുണ്ടോ? എന്റെ പേര് അമ്മയ്ക്ക് വിളിച്ചൂടെ? എടീന്ന് വിളിക്കാൻ എന്നെ പോലെ ഇവിടെ വേറെയും സ്ത്രീകളുണ്ടല്ലോ. അപ്പൊ നീ എടിയല്ലേ? ഞാൻ സ്ത്രീയാണ്, പക്ഷെ എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഒരു പേരിട്ടിട്ടുണ്ട്. അത് വിളിക്കാലോ അമ്മയ്ക്ക്. പിന്നെ അവിടെ അച്ഛനും അമ്മയിട്ടൊരു പേര് രേവതി. വിളിക്കാൻ പറ്റിയൊരു പേര്, ഒരു മെനയും ഇല്ലാത്ത പേര്. ഇത് കേട്ടപ്പോൾ രേവതിക്ക് സങ്കടം ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ രേവതി പറയുന്നുണ്ട്, എൻ്റെ പേരിനെ എനിക്ക് നോക്കിയിട്ട് ഒരു കുഴപ്പവും കാണുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയുടെ ഏറ്റവും നല്ല പേരായിട്ടാണ് ഞാൻ കാണുന്നത്. അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പം എൻ്റെ പേരെനിക്ക് മാറ്റാനൊന്നും പറ്റത്തില്ലല്ലോ. തൽക്കാലം ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതെ, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് ഞാൻ പോട്ടെ. എടി, നീ എങ്ങോട്ടേ പോകുന്നത്? അത് ശരി, ഇവിടെ നിങ്ങളുടെ 2 മറ്റു മരുമക്കളൊക്കെ ജോലിക്ക് പോകുന്നില്ലേ? അതുപോലെ ഞാനും പൂക്കച്ചവടം ചെയ്യുന്നുണ്ട്. അത് അമ്മയ്ക്ക് അറിയാലോ. അങ്ങനെ കുറച്ച് ജോലിയുണ്ട് എനിക്ക്. അപ്പൊ പിന്നെ ഇവിടുത്തെ പണി ആരെടുക്കും? ഇവിടുത്തെ പണി ആരെങ്കിലും എടുത്തോട്ടെ, അതെന്തിനാ ഞാൻ അറിയുന്നത്? പിന്നെ ഇവിടെ സ്ഥിരം ചെയ്യുന്ന ജോലിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവിടെ ടേബിളിന്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ ആഹാരം എടുത്ത് കഴിച്ചാൽ മതി. അതും ചെയ്യാൻ പറ്റാതിരിക്കല്ലേ അമ്മേ? വേറൊന്നും കണ്ടല്ല, ശരീരം ഒട്ടും അനങ്ങാതെ വന്നാലേ ഫാറ്റ് അടിഞ്ഞു കൂടും. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. വെറുതെ അതൊക്കെ വരുത്തി വെക്കണോ? ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി, അയ്യോ ഫാറ്റൊന്നും അങ്ങനെ അടിഞ്ഞു കൂടത്തൊന്നുമില്ല. ദേ, അമ്മ ഇപ്പൊ തന്നെ ഡുണ്ടുമണി ആയിട്ടുണ്ട്. ഇതൊക്കെ ഫാറ്റാ. എടി, എന്റെ സൗന്ദര്യത്തെ കണ്ടിട്ട് നീ അതൊക്കെ കൊഴുപ്പാണെന്ന് പറയുവാണോ? എൻ്റെ അമ്മേ, ഞാൻ അമ്മയുടെ ശരീരത്തെ കൊഴുപ്പുണ്ടെന്നല്ല പറഞ്ഞത്. ഇങ്ങനെ വെറുതെ അനങ്ങാതെയും പിടിക്കാതെയും ഒക്കെ ഇരുന്നാലേ കൊഴുപ്പ് കൂടുന്നാ പറഞ്ഞത്. ഞാൻ അമ്മയോട് തർക്കിക്കാൻ നിൽക്കുന്നില്ല. എനിക്ക് അതിനുള്ള സമയമില്ല. ഞാൻ പോട്ടേട്ടോ. എടി നിൽക്കടേ രേവതി. എന്നാൽ അത് കേൾക്കാതെ രേവതിയാണെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോവാണ് കേട്ടോ. ഇവക്ക് കൂടെ എന്നെ ഒരു പേടിയില്ലാതായിട്ട് വരുവാ. അതിനെങ്ങനെയാ? ഇപ്പം അവളുടെ കയ്യിൽ പൂത്ത കാശല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ എന്നെ വല്ല പേടി അവൾക്ക് ഉണ്ടാവോ? എന്നാൽ ഇത് കേട്ടോണ്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് രവി വരുന്നത്. അല്ല ചന്ദ്രേ, നീ എന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നോ? രവിയേട്ടാ, അത് പിന്നെ ഈ രേവതി ഉണ്ടല്ലോ, അവളിപ്പം ഞാൻ പറഞ്ഞതൊന്നും അനുസരിക്കുന്നില്ല.
അല്ലേനും നീ പറഞ്ഞത് അനുസരിക്കേണ്ട ആവശ്യം എന്തിനാ? നീ നല്ലത് വല്ലോ ആണ് അവളോട് പറയുന്നത് അനുസരിക്കാൻ, അല്ലല്ലോ. ഏത് സമയത്തും ആ കുട്ടിയെ ഓരോന്നൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കും. അതിനല്ലേ നീ വാ തുറക്കുന്നത്? ദേ രവേട്ടാ, ഞാൻ പറഞ്ഞ അല്ല, അല്ലെങ്കിൽ വേണ്ട, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? എന്താ പറയാൻ വന്നത് വിഴുങ്ങിക്കളഞ്ഞത്? അതെ, ഞാനിപ്പോൾ പറയാൻ വന്നാലേ എനിക്ക് തലവേദന വരും, തല പെരുക്കും. അതുകൊണ്ടേ ഞാനൊരു കാര്യം രവിയേട്ടനോട് ചോദിക്കട്ടെ? ചോദിക്ക്. അതെ, മുന്നേ തന്നെ പറഞ്ഞു തന്നേക്കാം. എന്നെ കൊണ്ട് പറ്റാത്ത വല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ പറയാൻ നിൽക്കണ്ട. ദൈവത്തെ ആലോചിച്ച് അത് പറയാതിരിക്കുന്നതാ നല്ലത്. എൻ്റെ രവിയേട്ടാ, ഒരു ചോദ്യം ചോദിക്കും, അതിന് മറുപടി തന്നാൽ മതി. ഞാൻ ചോദിക്കാം. രവിയേട്ടാ, എന്നെ ഒന്ന് നോക്കിക്കേ. ഇതിപ്പോൾ എന്താ നോക്കാൻ? ഞാൻ സ്ഥിരം കാണുന്നതല്ലേ. അതല്ലേ രവിയേട്ടാ, എൻ്റെ ശരീരത്തിൽ ഫാറ്റ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അതിപ്പോൾ എന്ത് ചോദ്യം? ഫാറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോന്നോ? അമിതമായിട്ട് വണ്ണം ഉണ്ടോ ഞാൻ? അത് അങ്ങനെ ചോദിച്ചാ ചെറുതായിട്ടോ എന്ന് വെച്ചാൽ എന്താ രവിയേട്ടൻ പറയുന്നത്? ചെറിയ തോതിൽ ഫാറ്റൊക്കെ ഉള്ള പോലെ ഉണ്ട്. അയ്യോ, അപ്പം എൻ്റെ സൗന്ദര്യമൊക്കെ പോയ രവിയേട്ടാ. ഇതെന്താ രവിയേട്ടൻ എന്നോട് നേരത്തെ പറയാതിരുന്നത്? എൻ്റെ ചന്ദ്രേ, പ്രായമാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പ്രായോ? എനിക്കോ? ദേ, നിങ്ങൾക്കായിരിക്കും പ്രായം കൂടിയത്, എനിക്ക് പ്രായമൊന്നുമില്ല. എൻ്റെ ചന്ദ്രേ, അല്ലെങ്കിൽ വേണ്ട, എനിക്ക് പ്രായമുണ്ട്, നിനക്ക് പ്രായമില്ല, അത്ര പോരെ? ചന്ദ്രേ, എനിക്ക് ചായ എടുത്തു വെച്ചേ. രവിയേട്ടാ, ഇതിനുള്ള മറുപടി തന്നിട്ട് പോയാൽ മതി. ഷെടാ, ഇത് വലിയ കഷ്ടമാണല്ലോ. എൻ്റെ ചന്ദ്രേ, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ദേ, ഇപ്പം തന്നെ നീ ഒന്ന് കണ്ണാടി പോയി നോക്കിക്കേ, എന്തൊരു ഭംഗിയാ കാണാൻ. അതുകൊണ്ടാണല്ലോ കണ്ണേറമ്മയുടെ ഫോട്ടോ ആയിട്ട് ഓരോരുത്തരും നിന്നെ വാങ്ങിച്ചോണ്ട് പോകുന്നത്. രവിയേട്ടാ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, കാണാൻ ഭംഗി ഉണ്ടായതുകൊണ്ടാണ് വാങ്ങിച്ചോണ്ട് പോകുന്ന. അതിലെന്നെ നീ കാണാൻ ഭംഗിയൊന്നുമില്ലല്ലോ. ഉണ്ട്, എവിടെയൊക്കെയോ ഭംഗിയുണ്ട്. നിന്നെ ആ കോലത്തിലാക്കിയാൽ എന്താ? കാണാൻ നീ സുന്ദരിയല്ലേ? ആണോ രവിയേട്ടാ? അതെ. എന്നാ പിന്നെ ഞാൻ പോയി കാപ്പി എടുത്ത് വെക്കട്ടെ. ശരി. എൻ്റെ പൊന്നോ, ഭർത്താക്കന്മാരുടെ ഒരു അവസ്ഥ. ഇതും പറഞ്ഞോടെ രവി സോഫയിൽ പോയിട്ട് ഇരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സച്ചി നീലിമയുടെ വീട്ടിലെത്തുന്നതാണ്. സച്ചി നേരെ വീട്ടിൽ കയറിയിട്ട് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ നീലിമ ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. സച്ചിയോ? സച്ചി പെട്ടെന്ന് എത്തിയല്ലോ. മാഡം, ഞാൻ ലേറ്റ് ആവുമെന്ന് കരുതി പെട്ടെന്ന് ഇങ്ങ് പോന്നു. അതേതായാലും നന്നായി, ഞാൻ റെഡിയായിരിക്കുമായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? സച്ചി, ഒരു മിനിറ്റ്. സച്ചി എന്തെങ്കിലും കഴിച്ചോ? ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചിട്ടാണ് മാഡം ഇറങ്ങിയത്. പിന്നെ എൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൾ അതിരാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കും, അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. ശരിക്കും പറഞ്ഞാലേ, സച്ചിയുടെ ഭാര്യയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സച്ചിയുടെ ഭാര്യയെ കാണാൻ തോന്നുക. അതിനെന്താ, ഞാൻ രേവതി ഒരു ദിവസം കൊണ്ടുവന്ന് മാഡത്തെ കാണിക്കാം. അതിനൊക്കെ സമയമുണ്ട്, ഞാൻ പറയാം. നിങ്ങളെ രണ്ടുപേരെയും ഒരു ദിവസം എൻ്റെ വീട്ടിലോട്ട് വിളിക്കാം. ഞാൻ വിളിക്കുന്ന സമയത്ത് മറ്റൊഴിവുകേടൊന്നും പറയാതെ സച്ചിയും ഭാര്യയും വന്നാൽ മതി. അയ്യോ മാഡം, ഞാൻ വെറും മാഡത്തിൻ്റെ ഒരു ഡ്രൈവറല്ലേ മാഡം. ഡ്രൈവറാണെന്ന് കരുതി എന്താ കുഴപ്പം? അവർ മനുഷ്യരല്ലേ സച്ചി. അത് പിന്നെ മാഡം, എല്ലാവരും ഒരുപോലെയല്ല കാണുന്നത്. ചിലരൊക്കെ ഡ്രൈവർമാരാണെന്നുള്ള പരിഗണന പോലും തരാതെയാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് മാഡം ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം പോലെ. ഞാൻ ആരെയും വില കുറച്ച് കാണാറില്ല സച്ചി. ഞാനും ഇങ്ങനെയൊരു അവസ്ഥയിൽ നിന്നൊക്കെ തന്നെയാണ് ഇവിടെ വരെ എത്തിയത്. അതുകൊണ്ട് സാധാരണക്കാരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കും കൂടി മനസ്സിലാവും. മാഡം, എൻ്റെ കൂടെ ഇതുവരെ യാത്ര ചെയ്തിട്ടുള്ളവരിൽ ഏറ്റവും നല്ല സ്വഭാവം മാഡത്തിൻ്റെതാ. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് തരല്ലേ സച്ചി. ഞാനിങ്ങ് പൊങ്ങി ഉയരത്തിലെത്തിപ്പോവും. സച്ചി, എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? ശരി മാഡം. അങ്ങനെ ഡോറൊക്കെ അടിച്ച് നീലിമ പുറത്തോട്ട് ഇറങ്ങാൻ കേട്ടോ. സച്ചിയെ കാണാൻ ഇന്നൊരു പ്രത്യേക ലുക്ക് ഉണ്ടല്ലോ. അതെന്താ മാഡം അങ്ങനെ പറഞ്ഞത്? ഹേയ്, ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതില്ല, നീ തെറ്റായിട്ടൊന്നും ധരിക്കണ്ട. സച്ചി, ഞാൻ നിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? മാഡം, എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനോ? സച്ചിയുടെ കൂടെ തന്നെ. അത് പിന്നെ എൻ്റെ കൂടെ എന്തിനാ ഫോട്ടോ എടുക്കുന്നത്? അതിനിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സത്യം പറയാലോ, സച്ചിയുടെയും രേവതിയുടെയും ലൈഫ് കണ്ടാലേ എനിക്ക് അതിൽ നിന്ന് ഒരുപാട് മോട്ടിവേഷൻസ് എടുക്കാനുണ്ട്. എൻ്റെ വീട്ടിലുള്ളവർക്ക് സച്ചി ഒന്ന് കാണിച്ചു കൊടുക്കാനാ. സത്യം പറയാലോ, സച്ചിയെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ അമ്മ സച്ചിയുടെ വലിയ ഫാനാ. അയ്യോ മാഡം, എന്നെക്കുറിച്ച് വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ 1-2 തവണയെ ഞാൻ സച്ചിയുടെ കൂടെ വന്നിട്ടുള്ളൂ. പക്ഷെ അതിലൂടെ എനിക്ക് സച്ചിയെ കൂടുതൽ മനസ്സിലായി. സച്ചിയുടെ മനസ്സിന് വിശാലതയും. സച്ചിയുടെ മാത്രമല്ല കേട്ടോ, സച്ചിയുടെ ഭാര്യയുടെയും കാര്യമാണ് പറഞ്ഞത്. ഇത് ചെന്ന് രേവതിയോട് പറയണം, രേവതിക്ക് നല്ല സന്തോഷമാവും. എന്നാൽ പിന്നെ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ? അതിനെന്താ, നമുക്ക് ഫോട്ടോ എടുക്കാലോ. ഫ്രീ ആയിട്ടൊരു ഫോട്ടോ എടുക്കുന്നതിലൂടെ എനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ മാഡം. എന്നാൽ പിന്നെ നിൽക്ക്, നമുക്കൊരു ഫോട്ടോ എടുക്കാം. ദേ, ഈ ഗ്ലാസ് ഇട്ടോ, സച്ചിക്ക് ഇത് നന്നായിട്ട് ചേരും. അയ്യോ മാഡം, ഇത് മാഡത്തിൻ്റെ അല്ലേ? അതൊന്നും കുഴപ്പമില്ലാന്നേ, ഇത് സച്ചി എടുത്തോ. താങ്ക്സ് മാഡം. എന്തിനാ സച്ചി ഇതിനൊക്കെ താങ്ക്സ്? എന്നാലും ഇരിക്കട്ടെ മാഡം. ശരി,
അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ സച്ചി എടുക്കും, പിന്നെ കുറേ നീലിമ എടുക്കും. അത് കഴിഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട്, മാഡം എന്നാൽ പിന്നെ നമുക്ക് പോയാലോ? ശരി. സച്ചി, ഇന്ന് എനിക്ക് ഒരു സ്ഥലത്ത് മാത്രമേ പോകാനുള്ളൂ. ബാക്കി ഓട്ടോ ഒക്കെ നമുക്ക് നാളേക്കാക്കാം. ഇന്നെനിക്ക് വേറൊരു കാര്യത്തിനും കൂടി പോകാനുണ്ട്. അപ്പം പിന്നെ എല്ലാത്തിനും സമയം കിട്ടത്തില്ല. ശരി മാഡം, മാഡം കയറിയട്ടെ. അങ്ങനെ കാറിൻ്റെ ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രേവതിയും അമ്മയും ദേവും കൂടി ഒരു കടയുടെ മുന്നിൽ നിന്ന് കച്ചവടം ചെയ്യുന്നതാണ് കേട്ടോ. അതായത് രേവതിയുടെ അമ്മയുടെ കട. അമ്മേ, ഇതിൽ കേടുവന്ന പൂവൊന്നുമില്ലല്ലോ, അതൊക്കെ നോക്കിയതല്ലേ? അതൊക്കെ ഞാൻ നോക്കിയതാ മോളെ. ദേവു, നിനക്കിന്ന് ശരിക്കും വർക്കിന് പോയായിരുന്നു. ചേച്ചി, അത് പിന്നെ ഞാൻ അമ്മയെ സഹായിക്കാൻ ഇങ്ങോട്ട് പോകുന്നതല്ലേ. അതിൻ്റെ ആവശ്യം എന്തായിരുന്നു ദേവു? എന്നെ വിളിച്ചാൽ ഞാൻ ഓടിയെത്തില്ലേ? അതിന് നീ ഇന്ന് ജോലിക്ക് പോവാതെ ഇവിടെ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ചേച്ചി, ഞാൻ കുറച്ച് നാളായി ലീവ് എടുത്തിട്ട് ഇന്നെന്തായാലും ലീവ് എടുത്ത് അമ്മയെ സഹായിക്കാമെന്ന് കരുതിയതാ. അവളിവിടെ നിൽക്കട്ടെ രേവതി, ഇന്നൊരു ദിവസം അവൾ ലീവ് എടുക്കട്ടെ. നിനക്ക് കുറേ സ്ഥലത്ത് പൂവൊക്കെ കൊണ്ടുകൊടുക്കാൻ പോകാനുള്ളതല്ലേ. ആ സമയത്ത് ഇവൾ എനിക്കൊരു സഹായമാവും. അമ്മ ഇങ്ങനെ ഇവക്ക് വളം വെച്ച് കൊടുക്കരുത്. ഇവളിപ്പോൾ ജോലിക്ക് കയറിയതേ ഉള്ളൂ. എൻ്റെ ചേച്ചി, ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു ലീവ് എടുത്തതേ ഉള്ളൂ. അല്ല, സച്ചേട്ടൻ എവിടെ പോയി? ഇന്ന് സച്ചേട്ടൻ ഓട്ടോ ഉണ്ടോ? സച്ചേട്ടൻ്റെ കാര്യമൊന്നും പറയണ്ട. 1-2 ദിവസമായിട്ട് സച്ചേട്ടൻ ഓട്ടോ ഒന്നുമില്ല. അപ്പോൾ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, അയ്യോ അതെന്തു പറ്റി? സച്ചിക്ക് എന്താ ഇപ്പോൾ ഓട്ടോ ഒന്നും ഇല്ലാത്തത്? അമ്മ ഇനി അത് ആലോചിച്ച് വിഷമിക്കണ്ട. വേറൊന്നും കൊണ്ടല്ല, ഇപ്പം എന്തോ 1-2 ദിവസമായിട്ട് ഓട്ടോ ഒന്നും കിട്ടുന്നില്ല. ചിലപ്പോൾ നാളെ മുതൽ അത് ശരിയായിക്കോളും. മോളെ, ചോദിക്കാൻ വിട്ടു. രവിയേട്ടനും ചന്ദ്രയ്ക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? അവർക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല. അവർ നന്നായിരിക്കുന്നു അമ്മേ. അല്ല, ആ പൈസ തിരികെ തന്നതിന് ശേഷം ചന്ദ്രചേച്ചി പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ? അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല അമ്മേ. അമ്മ അത് വിളിച്ച് വെറുതെ ടെൻഷൻ അടിക്കാതെ. ആ സമയത്താണ് കേട്ടോ പൂ വാങ്ങാൻ വേണ്ടി ഒരു ചേട്ടൻ അങ്ങോട്ട് വരുന്നത്. ചേച്ചി, ഒരു 4 മുഴം മുല്ലപ്പൂ എടുത്തേ. ശരി മോനെ. ദേവു, 4 മുഴം നീ അങ്ങ് നോക്കിയെടുത്തേ. പിന്നെ 4 മുഴം എന്ന് പറഞ്ഞാൽ 4 മുഴം തന്നെ ഉണ്ടായിരിക്കണം. അതിൽ കുറവ് വരാൻ പാടില്ല. അതിൽ ഞങ്ങൾ കുറവ് വരുത്തില്ല. അല്പം കൂടിപ്പോയാലും ഞങ്ങളത് തരാറാ പതിവ്. അതൊന്നും ഞാൻ ചോദിച്ചില്ല. 4 മുഴം കറക്റ്റ് ഉണ്ടായിരിക്കണം. എനിക്ക് കൂടുതലൊന്നും വേണ്ട. അപ്പം രേവതി പറയുന്നുണ്ട്, ഞങ്ങൾ 4 മുഴം കണക്കാക്കിയാണ് കൊടുക്കാറ്. അത് ഞാൻ പറഞ്ഞല്ലോ, 4 മുഴം കണക്കാക്കി തരാൻ. പിന്നെ ചീഞ്ഞ പൂക്കളൊന്നും അതിൻ്റെ കൂടെ എടുത്തിടരുതേ. മിക്കതും ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ ചീഞ്ഞ പൂക്കളാണ് കിട്ടാറ്. വെറുതെ അനാവശ്യം പറയരുത്. ഞങ്ങൾ ഇവിടെ ചീഞ്ഞ പൂക്കളൊന്നും വിൽക്കാറില്ല. നിങ്ങളെ പറഞ്ഞില്ലല്ലോ ഞാൻ. ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടാറുണ്ടെന്നാണ് പറഞ്ഞത്. അത് ചിലപ്പോൾ ഞങ്ങളൊന്നും ആയിരിക്കില്ല തരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ പൂ തരാൻ പറ്റുമോ? എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ദേവു, അയാളുടെ പൂ വേഗം കൊടുക്ക്. അല്ല, 1 മുഴം പൂവിന് എത്രയാ? 50 രൂപ. എന്ത്, 50 രൂപയോ? ഇത് കൊള്ളവിലയല്ലേ? 50 രൂപ ഇപ്പം എല്ലാവരും സാധാരണ കൊടുത്ത് വാങ്ങാറുള്ളതാ. ഇത് തന്നെ, നിങ്ങൾ കൊള്ളവില അങ്ങ് പറയും. പിന്നെ വാങ്ങേണ്ടവർക്ക് വാങ്ങിയല്ലേ പറ്റൂ. ചേട്ടാ, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി, ഇല്ലെങ്കിൽ കാശൊന്നും തരണ്ട. നിങ്ങൾ വാങ്ങിക്കുകയും വേണ്ട. അപ്പോഴാണ് അയാളുടെ ഭാര്യ അങ്ങോട്ട് വരുന്നത്. ചേട്ടൻ ഒരു 4 മുഴം പൂവിന് പോയിട്ട് എത്ര നേരമായി? അത് പിന്നെ ഇവർ തരണ്ടേ? ഞങ്ങൾ തരാത്ത പ്രശ്നമാണോ? ചേച്ചി, ഇദ്ദേഹം വന്നിട്ട് ഞങ്ങളുടെ പൂവിനെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു. അയ്യോ, ഇവിടുത്തെ പൂവോ? ഞാൻ എപ്പോഴും മേടിക്കാറുള്ളതാ. നല്ല പൂവാണല്ലോ ഇവിടുന്ന് തരാറ്. ചേട്ടൻ ഇവിടുന്ന് ചീഞ്ഞ പൂവാ കിട്ടാറെന്ന്. എടോ, താൻ അങ്ങനെ പറഞ്ഞോ മനുഷ്യ? ഞാൻ എപ്പോഴെങ്കിലും തന്നോട് ചീഞ്ഞ പൂവ് ഇവിടുന്ന് കിട്ടാറെന്ന് പറഞ്ഞിരുന്നു? അത് പിന്നെ പത്മേ, ഞാൻ മിണ്ടരുത്. ഇയാൾ ഇങ്ങനെയൊക്കെ തന്നെയാ. ഏത് സമയം ഇതുപോലെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. താൻ നടക്കടോ. മോളെ, എത്ര രൂപയായി? 200. ഇതാ മോളെ. ഇതും പറഞ്ഞ് അവരാ മുല്ലപ്പൂവും മേടിച്ച് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ദേവ് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അയ്യോ. അപ്പം രേവതി ചോദിക്കുന്നുണ്ട്, ദേവു, നീ എന്തിനിങ്ങനെ ചിരിക്കുന്നത്? പിന്നെ ചിരിക്കാതിരിക്കാൻ പറ്റുമോ ചേച്ചി? എന്തിപ്പോൾ ഇവിടെ ഉണ്ടായത്? അയാൾ ആ ഭാര്യയെ പേടിച്ചാ മുല്ലപ്പൂ മേടിച്ചോണ്ട് പോയത്. ഏകദേശം അതൊക്കെ ശരി തന്നെയാ. ഇതും പറഞ്ഞുകൊണ്ട് അവർ ചിരിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് സച്ചിയുടെ കാർ അങ്ങോട്ട് വരുന്നത്. ചേച്ചി, ആരാ വരുന്നത് നോക്കി. ആരാ ദേവു? ഇതും പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. ആ സമയത്ത് സച്ചിയാണെങ്കിൽ സച്ചിയുടെ കാറിൽ വന്ന് ഇറങ്ങുകയാണ്. സച്ചേട്ടനോ? ഹായ് രേവതി. രേവതി, എങ്ങനെയുണ്ട്? കച്ചവടം നടക്കുന്നുണ്ടോ? ദൈവത്തെ വിചാരിച്ച് ഇപ്പം അത്യാവശ്യം നല്ല കച്ചവടം നടക്കുന്നുണ്ട് മോനെ. അമ്മയ്ക്ക് കച്ചവടം കിട്ടും. അമ്മയ്ക്കല്ലാതെ പിന്നെ ആർക്ക് കിട്ടാനാ? അല്ല സച്ചേട്ടാ, ഇതെന്താ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്? ഇത് സച്ചേട്ടൻ്റെ കയ്യിലുള്ളതല്ലല്ലോ. അത് പിന്നെ രേവതി, ഇതെനിക്ക് മാഡം തന്നതാ. മാഡോ? ഏത് മാഡം? നേരത്തെ വിളിച്ചില്ലേ, നീലിമ മാഡം. ഓ, ആ മാഡം. അല്ല, അവരെന്തിനാ ഇത് സച്ചേട്ടന് തരുന്നത്? അത് വേറൊന്നല്ല, എന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. എൻ്റെ ഭയങ്കര ആരാധനയാണെന്ന്. അതെന്തിനാ സച്ചേട്ടൻ ആരാധിക്കുന്നത്? ആരാധനയില്ല, ആരാധിക. ഓ, ആരാധികയോ? അല്ല, അവരെന്തിനാ സച്ചേട്ടൻ്റെ ആരാധികയാകുന്നത്? അതിനും വലിയ ക്വാളിറ്റി ഒന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. എൻ്റെ രേവതി, ഇങ്ങനെ അസൂയപ്പെടാതെ. എൻ്റെ മാത്രമല്ല, നിൻ്റെയും കൂടെ ആരാധികയാണ്. അതിനവർക്ക് എന്നെ അറിയില്ലല്ലോ.
സച്ചേട്ടൻ നിന്നെക്കുറിച്ചെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നെക്കുറിച്ചോ? ആന്നേ, ഇന്ന് നിന്നെക്കുറിച്ച് നിന്നെ കാണുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലോട്ട് വിളിക്കാന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. സച്ചേട്ടൻ്റെയും ചേച്ചിയുടെയും സ്വഭാവമൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് വിളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർ നല്ലൊരാളായിരിക്കുമല്ലോ. അതെ, ആ മാഡം നല്ല വ്യക്തിയാ, നല്ല മനസ്സിൻ്റെ ഉടമ. അത് ശരി. അതെ, അവരുടെ ഫോട്ടോ എൻ്റെ ഫോണിലുണ്ട്. ഫോട്ടോയോ? അതെങ്ങനെ സച്ചേട്ടൻ്റെ ഫോണിൽ വന്നു? അത് പിന്നെ ആ മാഡം എനിക്ക് അയച്ചു തന്നതാ. മാഡത്തിൻ്റെ ഫോണിൽ എടുത്തതാ. മാഡത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ കാണിച്ചു കൊടുക്കാൻ. സച്ചേട്ടാ, ഇതെങ്ങോട്ടേ പോകുന്നത്? ആ രേവതി, ഒരു ഫോട്ടോ ഇല്ലേ, അതങ്ങ് പോട്ടെ. സച്ചേട്ടാ, ആ ഫോട്ടോ ഒന്ന് നോക്കട്ടെ. അങ്ങനെ ആ ഫോട്ടോ ദേവുവിന് സച്ചി കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവു ആണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയിലേക്ക് ഫസ്റ്റ് നോട്ടം നോക്കുന്നതും ദേവുവിന് നീലിമയെ കറക്റ്റായിട്ട് മനസ്സിലാവണേ. ഇവരോ? ചേച്ചി, ഇത് എന്താ ദേവു? ചേച്ചി, ദേ ഇത് ആ പെണ്ണാണ്. ഏത് പെണ്ണ്? ചേച്ചി, ഇവരൊന്ന് നോക്ക്. ഇവരല്ലേ അന്ന് നമ്മളെ പറ്റിച്ചത്? നമ്മളെ മാത്രമല്ല, സച്ചേട്ടൻ്റെ സുധിയേട്ടനെയും പറ്റിച്ചത് ഇവരാ. പറ്റിയേ? എന്തൊക്കെയാ ദേവു നീ പറയുന്നത്? അതൊക്കെ പറഞ്ഞുതരാം സച്ചേട്ടാ. ശരിയാണല്ലോ ദേവു, ഇവള് തന്നെ അങ്ങേരെ പറ്റിച്ചത്. എൻ്റെ രേവതി, ദേവു, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. സച്ചേട്ടാ, ഇത് വേറെ ആരുമില്ല, നിങ്ങളുടെ സുധിയേട്ടൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ തട്ടിയെടുത്ത് കാനഡയിലേക്ക് പോയില്ലേ, ആ സ്ത്രീയെ ഇവര്. ഇവളാണോ സുധിയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം തട്ടിയെടുത്തത്? അതെ, ഇവൾ തന്നെ 50 ലക്ഷം രൂപ തട്ടിയെടുത്ത് കാനഡയിലോട്ട് പറഞ്ഞത്. എന്ത്? അപ്പോൾ ഇവളായിരുന്നു ആ പിടികിട്ടാ പുള്ളി? അവൻ്റെ 50 ലക്ഷം രൂപ കൊണ്ട് മുങ്ങിയ ആ നശിച്ച ജന്മം. അതേ സച്ചേട്ടാ, സച്ചേട്ടൻ്റെ മുമ്പിലുണ്ടായിട്ടും സച്ചേട്ടൻ ഇവളുടെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങിച്ചെടുക്കാൻ പറ്റിയില്ലല്ലോ. ദേവു, ഇത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ, അങ്ങേരുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ തട്ടിയെടുത്തത് ഇവൾ തന്നെയാ, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്നാ പിന്നെ അവളെ ഞാൻ വെറുതെ വിടില്ല. ആ 50 ലക്ഷം രൂപ തിരികെ വാങ്ങിയിട്ട് ഇനി ഞാൻ വരത്തുള്ളൂ. സച്ചേട്ടാ. രേവതി, എന്നെ വെറുതെ പിന്നീന്ന് വിളിക്കാൻ നിൽക്കണ്ട. ഞാനത് കിട്ടിയിട്ടേ വരൂ. കാരണം അതെൻ്റെ അച്ഛൻ ചോര നീരാക്കിയ കാശാ. അവനത് പോയിന്ന് കരുതി ഒരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ആ പൈസ തിരികെ കിട്ടണം. ഞാൻ അവളെ കണ്ട് അത് വാങ്ങിച്ചിട്ട് ഇനി തിരിച്ചു വരൂ. ഇതും പറഞ്ഞ് സച്ചി കാറെടുത്ത് പോവാണ് കേട്ടോ. അയ്യോ ദേവു, നീ എന്തിനാ ഇങ്ങനെ എടിപിടിയെന്ന് പറഞ്ഞത്? പിന്നെ പറയാതെ, സച്ചിയേട്ടൻ്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് ആ പോകുന്നത്. അവൾ അങ്ങനെയെങ്കിലും തരുന്നെങ്കിൽ തരട്ടെ. അയ്യോ ഈശ്വര, ഇനി എന്തൊക്കെയാണാവോ ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സച്ചി നേരെ നീലിമയുടെ വീട്ടിലോട്ട് കാറുമായിട്ട് എത്തുന്നതാണ് കേട്ടോ. അങ്ങനെ ഈ കാർ ഒരു സൈഡിൽ ഒതുക്കുന്നുണ്ട്. കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ നീലിമയാണെങ്കിൽ ഡൈനിങ് ഹാളിൽ ടേബിളിനരികിലായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ആരോ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇങ്ങോട്ട് ആര് വരാനാ? കാറിൻ്റെ ശബ്ദമല്ലേ കേട്ടത്? ഇതും പറഞ്ഞുകൊണ്ട് നീലിമയാണ് ഈ ഡോറിൻ്റെ അടുത്തേക്ക് നടക്കാൻ കേട്ടോ. അപ്പോൾ സച്ചി കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അങ്ങനെ നീലിമ ഡോറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങാണ്. ആഹാ, സച്ചി നീയോ? ഞാൻ തന്നെ. സച്ചി, നീ എന്താ അവിടെ നിൽക്കുന്നത്? അകത്തോട്ട് വാ. ഞാൻ നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അകത്തോട്ട് വരാനൊന്നും വന്നതല്ല. എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. അതറിഞ്ഞിട്ട് ഈ സച്ചി ഇവിടുന്ന് പോവൂ. എന്താ സച്ചി, നിന്റെ സംസാരമൊക്കെ ഇങ്ങനെ? പിന്നെ ഇങ്ങനെയല്ലാതെ നിങ്ങളോട് എങ്ങനെ സംസാരിക്കണം? വഞ്ചിച്ചും ചതിച്ചും പൈസ ഉണ്ടാക്കി ഓരോ നാടുകളിലേക്ക് കടന്നു പോയിട്ട് കാര്യമൊന്നുമില്ല. എന്ത് വഞ്ചിച്ചു ചതിച്ചോ? സച്ചി, മൈൻഡ് യുവർ വേർഡ്സ്. നീ എന്ത് വിളിച്ച് പറഞ്ഞാൽ അത് ഞാൻ കേട്ടു വെക്കുമെന്ന് കരുതിയോ? ദേ, ഞാൻ നിങ്ങളുടെ ഉത്തരവില്ലാത്ത മറുപടി ചോദ്യം കേൾക്കാൻ വന്നതല്ല. എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. അതിന് നീ വ്യക്തമായ മറുപടി തന്നിരിക്കണം. വാട്ട്? ആദ്യം ഇതൊന്നും പറയണ്ട. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി തന്നിരിക്കണം. സച്ചി, നീ എന്തൊക്കെയാ പറയുന്നത്? വെറുതെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിച്ച നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഒരിക്കലും അല്ല. എൻ്റെ അച്ഛൻ ഒരുപാട് കാലം ജോലി ചെയ്ത് ചോര നീരാക്കിയ കാശ 50 ലക്ഷം. ആ 50 ലക്ഷം രൂപ സുധിയുടെ കയ്യിൽ നിന്ന് നിസ്സാരമായിട്ട് നീ തട്ടിയെടുത്തില്ലേ? എന്ത്? സുധിയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ ഞാൻ തട്ടിയെടുത്തതോ? എൻ്റെ ഏട്ടൻ സുധിയെ നിനക്കറിയില്ലേ? പ്രണയിച്ച് വഞ്ചിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ നീ തട്ടിയെടുത്തു. അവനൊരു പൊട്ടനായതുകൊണ്ട് നിനക്ക് 50 ലക്ഷം രൂപ കിട്ടിയില്ലേടി? ദേ സച്ചി, നിർത്ത്. കാര്യം അറിയാതെ നീ ഒരുപാട് അങ്ങ് സംസാരിക്കല്ലേ. എനിക്ക് കാര്യം അറിയാനൊന്നുമില്ല. ചില കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ കിട്ടണം എനിക്ക്. എൻ്റെ 50 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടും? എപ്പോൾ കിട്ടും? അത് പറ. അതിന് ഏത് 50 ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങൾക്ക് തരാനുള്ളത്? നിങ്ങൾക്ക് തരാനുള്ള 50 ലക്ഷം രൂപ ഞാൻ സുധിയുടെയും സുധിയുടെ ഭാര്യയുടെയും കയ്യിൽ ഏൽപ്പിച്ചു. ദേ, നീ എന്നെ പൊട്ടനാക്കാൻ നോക്കുകയാണോ? സുധിയെ പൊട്ടനാക്കാൻ നോക്കുന്നത് പോലെ എന്നെ അങ്ങനെ പൊട്ടനാക്കാൻ നോക്കാന്ന് നീ കരുതണ്ട. നിർത്ത് സച്ചി, അത് ഞാൻ കരുതിയിട്ടുമില്ല. നീ അറിയാത്ത പല രഹസ്യങ്ങളുണ്ട്. അത് നിന്റെ മുന്നിൽ ഇന്ന് ഞാൻ വെളിപ്പെടുത്തും. സാവകാശം നിന്നോട് സത്യങ്ങൾ പറയണമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇനിയും നീ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് നിന്നോട് ഞാൻ സത്യങ്ങളൊക്കെ പറയാം. നീയൊന്ന് അടങ്ങ്. എന്ത് സത്യങ്ങൾ? പറയാനുള്ളത് ആദ്യം കേക്ക് സച്ചി. ഞാൻ കൊടുക്കേണ്ട 50 ലക്ഷം രൂപ സുധിക്ക് കൊടുത്തിട്ടുണ്ട്. സുധിയുടെ ഭാര്യയെ മുൻനിർത്തിയാണ് കൊടുത്തത്. സുധിയുടെ ഭാര്യ നല്ല കുരുട്ടുബുദ്ധിക്കാരിയാ. എന്തായാലും അവൾ പോലീസ് മുഖാന്തര എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചെടുത്തു.
എന്ത്? അപ്പൊ അവര് പണം വാങ്ങിച്ചെന്നാണോ നീ പറയുന്നത്? അതെ സച്ചി, നീ ഇനിയും വിഡ്ഢിയാവാതെ. നിന്നെയൊക്കെ അവള് വിഡ്ഢിയാക്കുക. ആ ശ്രുതി പലതവണ നിന്നോട് ഞാൻ സത്യം പറയണമെന്ന് കരുതിയിരുന്നതാ. പക്ഷേ അതിനൊരു തക്കം കിട്ടട്ടെ എന്ന് കരുതിയാ ഞാൻ നീയുമായിട്ട് കൂടുതൽ അടുക്കാൻ നോക്കിയത്. ഞാനൊരു കാര്യം പറയാം, നിനക്കിപ്പോൾ തെളിവ് വേണമെങ്കിൽ ഞാൻ അത് ഉണ്ടാക്കി തരാം. നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. കാശ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ. ഏയ്, അതൊന്നും വേണ്ട. നീ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നീ എൻ്റെ വീട്ടിൽ വന്ന് പറയണം. പറയാം, ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. അതിനു മുമ്പ് സച്ചൊരു കാര്യം മനസ്സിലാക്ക്. ഈ സുധി ഉണ്ടല്ലോ, സുധിയുടെ ഭാര്യ ശ്രുതി എന്ന് പറയുന്നവള് നല്ല കുരുട്ടുബുദ്ധിക്കാരിയാ. അവളുടെ ലൈഫ് ഞാൻ നന്നായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. അവളുടെ ലൈഫ് അത്ര നല്ല ബാക്ക്ഗ്രൗണ്ട് ഒന്നുമല്ല. അതുകൊണ്ട് ഞാനായിട്ട് കൂടുതൽ പറയുന്നില്ല. സച്ചി തന്നെ ഒന്ന് ഇറങ്ങി അന്വേഷിച്ച് നോക്ക്. സത്യം പറഞ്ഞാൽ സച്ചിയും സച്ചിയുടെ വീട്ടുകാരെയും അവൾ നല്ല രീതിക്ക് കണ്ണ് മൂടി കെട്ടി പറ്റിക്കുക. പച്ച പറ്റിക്ക്. ആ കാര്യത്തിലോട്ടൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഞാൻ എന്തായാലും സുധിയുടെ 50 ലക്ഷം രൂപയായിട്ട് മുങ്ങിയെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷേ ഒരു നാൾ നാട്ടിൽ വരുമ്പോൾ സുധിക്ക് ആ കാശ് കൊടുക്കണമെന്ന് ഞാൻ കരുതിയിരുന്നതാ. അതൊരു അല്പം മുമ്പായിപ്പോയി. കാനഡയിൽ നിന്ന് നാട്ടിൽ വന്ന സമയത്താണ് ഒന്ന് പാർലറിൽ പോകാൻ വേണ്ടി ഞാൻ സച്ചിയുടെ കാറിൽ കയറിയത്. ആ സമയത്ത് സച്ചിക്ക് പരിചയമുള്ള ഒരു പാർലറിൽ എന്നെ ഇറക്കി തന്നു. അത് ശ്രുതിയുടെ പാർലർ ആയിരുന്നു. അതുകൊണ്ട് എന്താ, ശ്രുതിക്കും സുധിക്കും എന്നെ കയ്യോടെ പിടികൂടാൻ പറ്റി. അങ്ങനെ അവര് നേരെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ നിന്ന് കാശ് എടുത്ത് വാങ്ങിയതാ. വേണമെങ്കിൽ അതിൻ്റെ രേഖയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതും പറഞ്ഞ് ഫോണിൽ അതിൻ്റെ രേഖയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്നത്തെ ദിവസം അവർക്ക് ഞാൻ ഇതിൽ കാശ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് സുധിയുടെ അക്കൗണ്ടാണ്. നിനക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഇത് സുധിയുടെ അക്കൗണ്ട് തന്നെയാ? അപ്പം പിന്നെ ഉറപ്പായല്ലോ ഞാൻ കാശ് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. പിന്നെ 50 ലക്ഷം രൂപ മാത്രമൊന്നും അല്ല ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ളത്. പലിശ അടക്കം അവരെൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 53 ലക്ഷം രൂപ ഞാൻ സുധിക്ക് കൈമാറിയതാണ്. പിന്നെന്തിനാ ഇനി നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? എനിക്കിതൊന്നും അറിയില്ല. അവർക്ക് കാശ് കിട്ടിയ വിവരമൊന്നും അവർ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അത് വേറൊന്നല്ല സച്ചി, അവൻ്റെ ഭാര്യയുടെ ബുദ്ധിയാ ആ സുധിയുടെ. അവൾ പഠിച്ച കളിയാന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്തായാലും നീ കാശ് കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ വീട് വരെ വരണം. അതിനെന്താ, ഞാൻ ഷുവറായിട്ടും വരും. എവിടെയാണോ എന്താണോ പറയേണ്ടത് അത് ഞാൻ അവിടെ വന്ന് പറയും. എന്നാൽ പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് എത്തണം. ഷുവർ, ഞാൻ വരാം. സച്ചി കാർ എടുത്തോ, ഞാൻ വരാം. സച്ചി എന്നെ ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്താൽ മതി. ശരി. അങ്ങനെ നീലിമയും കൂട്ടി സച്ചി നേരെ വീട്ടിലോട്ട് പോവാണ്, ചന്ദ്രോദയത്തിലേക്ക്. ഇനിയാണ് ട്വിസ്റ്റുകൾ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് ചന്ദ്രോദയം വീടാണ് കേട്ടോ. അവിടെയാണെന്നുണ്ടെങ്കിൽ സുധിയും ശ്രുതിയും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചന്ദ്രമതി ഉണ്ട് കേട്ടോ. ചന്ദ്രമതി പറയുന്നുണ്ട്, എൻ്റെ സുധി, നീ ആ വീടെടുത്തിട്ട് വേണം എനിക്കവിടെ രാജാത്തിയെ പോലെ വാഴാൻ. അതിനെന്താ അമ്മേ, അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ അതെടുക്കുന്നത്. സത്യം പറയാലോ, എൻ്റെ 3 മക്കളിലെ നിന്നെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം. നിനക്ക് കിട്ടിയ ഭാര്യയാണെങ്കിലോ കോടീശ്വരിയും. പിന്നെ ഇതിനേക്കാൾ വലിയ കൊട്ടാരം പോലത്തെ വീടെടുക്കാൻ പറ്റും നിനക്ക് അല്ലേ ശ്രുതി മോളെ? എന്താ എൻ്റെ എന്തെങ്കിലും പറഞ്ഞോ? ശ്രുതി, ഇതിനേക്കാളും വലിയ വീട് നിനക്ക് എടുക്കാൻ പറ്റുമെന്ന് പറയുമായിരുന്നു ഞാൻ. നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വരുമ്പോഴേ കാശ് കൊണ്ടു തരുമല്ലോ, ആ സമയത്ത് വലിയ വീടെടുത്തൂടെ? അപ്പം ശ്രുതി പറയുന്നുണ്ട്, തള്ള തുടങ്ങി ഇല്ലാത്ത അച്ഛനെ കുറിച്ച് പറയാൻ. ശ്രുതി മോളെ, ആൻറ്റി, അച്ഛൻ മലേഷ്യയിൽ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങട്ടെ, അപ്പം പിന്നെ കാശ് കിട്ടുമല്ലോ. എല്ലാം കൂടി ആലോചിച്ചിട്ടേ ഇനി വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് ഭയങ്കര ആദിയാ. ആ സമയത്തേക്ക് അവിടേക്ക് രവി വരുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ കൊള്ളാം. ഇതൊക്കെ അവർക്കുള്ള സംഭവങ്ങളാ. അവരല്ലേ ഇനി ജീവിക്കേണ്ടത്, ഇപ്പോഴത്തെ തലമുറ. എന്നാലും ഇവരുടെ അച്ഛനും അമ്മയായിട്ട് നമുക്കും വാഴാലോ രവിയേട്ടാ. തന്നെ. നീയേ ചന്ദ്രേ ഒരുപാട് അങ്ങ് ആലോചിച്ച് കൂട്ടണ്ട കേട്ടോ. അത് നല്ലതല്ല. നിനക്ക് ഞാൻ നല്ലതിനാ പറഞ്ഞു തരുന്നത്. ഈ രവിയേട്ടൻ എപ്പോഴും ഇങ്ങനെ സംസാരിക്കാനേ അറിയൂ. ഒരു പൊങ്ങച്ചില്ലാത്തൊരു മനുഷ്യൻ. വേണ്ട, എനിക്ക് പൊങ്ങച്ചം വേണ്ട. ഞാൻ സാധാരണ ഒരു KSRTC ഡ്രൈവറാ. എനിക്ക് ഇത്രയൊക്കെ പൊങ്ങച്ചം മതി. പിന്നെ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം എന്ന് പറഞ്ഞത് ഇവനെടുത്ത് ഓടിപ്പോയില്ലേ, അതിനുശേഷം കാശുമില്ല. ആ സമയത്ത് അവർ പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ, അതായത് സുധിയും ശ്രുതിയും. അപ്പോൾ ശ്രുതി ഇങ്ങനെ കണ്ണോണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അതായത് ആ കാര്യം മറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രുതി, അമ്മേ എന്തായാലും വീടമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടല്ലോ, അച്ഛന് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടു. അത്രയും വലിയ വീട് വേണമെന്നാ ഞാൻ ചോദിക്കുന്നത് ശ്രുതി. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? അല്ല, നിങ്ങൾക്ക് 2 പേർക്കും താമസിക്കാൻ വേണ്ടി മാത്രം അത്രയും വലിയ വീട് വേണോ? അച്ഛ, ഞങ്ങൾ 2 പേരും മാത്രമല്ല, അച്ഛനും അമ്മയും അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രീകാന്തിനും വർഷയ്ക്ക് വേണമെങ്കിൽ അങ്ങോട്ട് വരാം. അപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് വരാം. അപ്പം പിന്നെ എന്തുകൊണ്ട് സച്ചിക്കും രേവതിക്കും അങ്ങോട്ട് വന്നൂടാ? സച്ചിയും രേവതിയും അവർ വരുന്നതിലൊന്നും കുഴപ്പമില്ല. ഞങ്ങൾ പറയുന്ന പോലെയൊക്കെ അവർക്ക് അവിടെ നിൽക്കാമെങ്കിൽ അവർ വന്നോട്ടെ അച്ഛാ. നിങ്ങളുടെ അടിമയെ പോലെ അവിടെ നിൽക്കണം എന്നാണ് പറയുന്നത്, ഒരു ജോലിക്കാരെ പോലെ അല്ലേ? അങ്ങനെയും വേണമെങ്കിൽ പറയാം. മറ്റുള്ളവരുടെ വീട്ടിൽ കിടക്കുമ്പോൾ പിന്നെ ആ വിലയല്ലേ അച്ഛൻ കിട്ടത്തുള്ളൂ. അതിനേക്കാളും ഭേദം അവരിവിടെ നിൽക്കുന്നത് തന്നെയാ.
ആ അതൊക്കെ അവരുടെ ഇഷ്ടം അച്ഛാ. അവരിപ്പോൾ വന്നാലും വന്നില്ലെങ്കിലും എനിക്കും ശ്രുതിക്കും കുഴപ്പമൊന്നുമില്ല. അച്ഛനും അമ്മയും വന്നാൽ മതി. അവരില്ലാതെ ഞാനെങ്ങോട്ടും വരില്ല. ഇതാണ് അച്ഛൻ്റെ കുഴപ്പം. ആ സച്ചിയും രേവതിയും ഇല്ലാതെ എങ്ങോട്ടേക്കും അച്ഛൻ വരത്തില്ല. അവനെ എനിക്ക് വയ്യാഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്നവനാ. അപ്പം പിന്നെ ഞങ്ങളോ? നിങ്ങളൊക്കെ കാശുണ്ടായെങ്കിലല്ലേ. അവൻ്റെ കയ്യിൽ കാശില്ലെങ്കിലും അവനെൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഓ, അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛാ? അതെ, അങ്കിൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞങ്ങൾ അങ്കിളുടെ കൂടെ ഉണ്ടാവില്ലെന്നാണോ? അങ്ങനെയല്ല പറഞ്ഞത്. എല്ലാ ആപത്ത് ഘട്ടത്തിലും എൻ്റെ കൂടെ സച്ചി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞതാ. ഇങ്ങേർക്കെല്ലാവരും അവനോടാണല്ലോ ഇഷ്ടം. എൻ്റെ സുതിമോനോടും ശ്രീകാന്തിനോടും ഇഷ്ടമല്ലല്ലോ ഇങ്ങേർക്ക്. എനിക്കെല്ലാവരും ഒരുപോലെയാണ്. ഞാൻ എൻ്റെ മക്കളെ ഓരോ തുലാസിൽ നിന്നെപ്പോലെ കാണുന്നില്ല. അവരെല്ലാവരും എനിക്ക് ഒരുപോലെയാ. പിന്നെ ഇതൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും വരുന്നുണ്ട്. ആ രേവതി ഇതെവിടെ പോയി കിടക്കുക? ഇവർക്കൊക്കെ ചായ കൊടുത്തില്ല. ആ എൻ്റെ ചന്ദ്രേ, ഇന്നിപ്പം നിനക്ക് ഇവർക്ക് ചായ ഇട്ട് കൊടുത്തൂടെ? രേവതി വരുന്നതല്ലേ ഉള്ളൂ. എടി രേവതി, രേവതി. ആ എന്താ അമ്മേ? ചായ കൊണ്ടു കൊടുക്കടി എല്ലാവർക്കും. ആ ചായ ആയിക്കൊണ്ടിരിക്കുക, ഞാനിപ്പോൾ കൊണ്ടു കൊടുക്കാം. ആ സമയത്താണ് സച്ചി കയറി വരുന്നത് കേട്ടോ. സച്ചിയുടെ കാറ് ഒരു ഭാഗത്ത് നിർത്തുന്നുണ്ട്. എന്നിട്ട് സച്ചി ആണെങ്കിൽ നീലിമയോട് പറയുന്നുണ്ട്, നീലിമേ നീ തൽക്കാലം ഇവിടെ ഇരിക്കേ. അതെന്താ, ഞാനും കൂടി കൂടെ വരാം. അത് വേണ്ട, ഞാൻ അവിടെ പോയിട്ടേ കാര്യമൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നിന്നെ വന്ന് വിളിക്കാം. ശരി സച്ചി, എന്നാ ഇവിടെ ഇരുന്നോ, ഞാനിപ്പോൾ വരാം. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി ആണെന്നുണ്ടെങ്കിൽ നേരെ വീട്ടിലോട്ട് മാസമായിട്ട് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. സച്ചിയെ കണ്ട പാടത്തന്നെ സ്തുതി പറയുന്നുണ്ട്, അവൻ വന്നല്ലോ, 100 ആയുസാ ഇവന്. എന്താടാ എന്നെ നോക്കി പഠിപ്പിക്കുന്നേ? വീണ്ടും സച്ചിയാണെങ്കിൽ സുധിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ. ഇത് കണ്ടപ്പോൾ രവി പറയുന്നുണ്ട്, ഡാ വെറുതെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കാനാണോ? രേവതി, ദേ സച്ചി വന്നിരിക്കുന്നു. അച്ഛാ, ഇവനെപ്പോൾ വന്നു? ഇന്ന് സുധി ജോലിക്ക് പോയിട്ടില്ലല്ലോ. അച്ഛാ, എനിക്ക് വീട് നോക്കാൻ പോകാനുണ്ടായിരുന്നു. ആ വീട്ടിൽ 1-2 പണികളുണ്ട്. അതൊക്കെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് വരുമായിരുന്നു ഞാൻ. 5 കോടിയുടെ വീടാണത്. അതെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് മാനെ കൊണ്ട് മാത്രമേ പറ്റൂ. അപ്പോൾ വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ഓ പിന്നെ ഇങ്ങേരുടെ നെകളിപ്പ് കണ്ടു നോക്ക്. പൈസ ലോൺ എടുത്തിട്ടല്ല ആ വീടെടുക്കുന്നത്. ഇത്രയൊക്കെ അഹങ്കരിക്കാനുണ്ടോ? പക്ഷെ നീയൊന്നും മിണ്ടാതിരിക്കി. ഡാ സുധി, ഒന്ന് എഴുന്നേറ്റേ. ഞാൻ എഴുന്നേക്കാനോ? ഞാനെന്തിനു എഴുന്നേക്കണം? എഴുന്നേക്കടാ. ഇതും പറഞ്ഞ് സുധി എഴുന്നേൽപ്പിക്കുന്നുണ്ട് കേട്ടോ. ഡാ നീ എൻ്റെ കയ്യിൽ മേടിക്കും. നീ എന്തിനാടാ എന്നെ ചുമ്മാ എഴുന്നേൽപ്പിക്കുന്നത്? സച്ചി, എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാ അപ്പം സുധിയെ പിടിച്ച് മാറ്റുന്നത്? അച്ഛാ, അതൊക്കെ ഞാൻ പറയാം, ഇവിടെ നിൽക്ക്. ഇതും പറഞ്ഞുകൊണ്ട് ഒരു ടേബിൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അതെന്നിട്ട് തല തിരിച്ച് വെക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഡാ സച്ചി, നീ എന്തിനാ വെറുതെ സ്തുതിയെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിടുന്നത്? അതെ, നിന്റെ ഭർത്താവുന്നേക്കാളും മുൻപേ ഇവൻ എൻ്റെ ഏട്ടനായിട്ടുണ്ട്. ഇവനെ ഞാനൊന്ന് നിലയ്ക്ക് നിർത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. കള്ളൻ, പെരും കള്ളൻ. നീയാണെങ്കിൽ പെരും കളി. സച്ചി നിർത്തടി, നിൻ്റെയൊക്കെ കള്ളത്തരം ഞാൻ ഇപ്പോൾ ഇവിടം കൊണ്ട് അവസാനിപ്പിച്ച് തരാം. എടാ സച്ചി, വേണ്ട. നീയും ഈ പാർലർ കേടിയും കൂടി നടത്തിയ സകല കളത്രങ്ങളും ഇന്ന് ഞാൻ പൊളിച്ചു തരടാ. ഇതും പറഞ്ഞുകൊണ്ട് ആ ടേബിളിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് സുധിയെ നിർത്തുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ വർഷ പറയുന്നുണ്ട്, ശ്രീകാന്തേ, ഇതെന്താ നിന്റെ ഏട്ടന് വിചാരണ ചെയ്യാൻ പോവാണോ? ആ എന്തോ, സച്ചേട്ടൻ ഇതെന്തൊക്കെയാ ചെയ്യുന്നത്? സച്ചേട്ടൻ എന്നെ അറിയത്തുള്ളൂ. സച്ചേട്ടാ, ഇതെന്തേ ഇദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ പോകണോ? ആ നീ കണ്ടോ, ഞാനിവനെ ഇവിടെയായിട്ട് പൊരിക്കും. അച്ഛാ, ഇനി കാണാൻ പോകുന്നത് വെടിക്കെട്ട് സംഭവങ്ങളാ. വെടിക്കെട്ട് സംഭവങ്ങളോ? നീ എന്തൊക്കെയാ സച്ചി പറയുന്നത്? അത് കേട്ടപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട് കേട്ടോ. അതെ, നിനക്ക് എന്തും ചെയ്യാന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ സച്ചി ഇവിടം കൊണ്ട് നിർത്തിക്കോ. നീ ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും കയറി ഇടപെടാൻ വരണ്ട. ഞങ്ങൾ നിന്നെ ആശ്രയിച്ചല്ലേ ഇപ്പോൾ ജീവിക്കുന്നത്. നിർത്ത് പാർലർക്കെടി. നീയൊരു കേടിയാ, അത് ഞാനൊരു 1000 തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രമതി വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, എടാ ഇവനൊരു 5 കോടിയുടെ വീടെടുക്കുന്നതിൽ നിനക്ക് അസൂയ. അതിനു വേണ്ടി അല്ലടാ നീ ഇങ്ങനെ നാടകമൊക്കെ കളിച്ചു കൂട്ടുന്നത്. എൻ്റെ മോന് വിചാരണ ചെയ്യാൻ വേണ്ടി ഇവിടെ കയറ്റി നിർത്തിയേക്കുന്നതും. ഇവൻ നിങ്ങളുടെ മകനല്ലേ, ഒരു തെറ്റും ചെയ്യാത്ത പുണ്യാളൻ. എന്നെ ഇവൻ ചെയ്ത തെറ്റ് ഞാനിപ്പോൾ തെളിയിച്ചു തരാം. ഞങ്ങളൊന്നും നിങ്ങളുടെ മകനല്ലല്ലോ. അയ്യോ അല്ല, ശ്രീകാന്ത് നിങ്ങളുടെ മകനാണ്. ഞാനല്ലേ നിങ്ങളുടെ മകനല്ലാത്തത്. ഒക്കെ ഇപ്പം ശരിയാക്കി തരാം. സച്ചി മതി, നിർത്ത്. സുധിയെ പറഞ്ഞു വിട്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ദേ ഇവിടെ ഇപ്പം നടക്കാൻ പോകുന്നത് ഒരു കുറ്റവിചാരണമാണ്. നീയും ഇവരും കൂടി ചേർന്ന് നടത്തിയോ ഒരു ഉഗ്രൻ നാടകം. അതിന് സാക്ഷിയായിട്ട് ഞാൻ ഒരാളെ വിളിക്കട്ടെ? സാക്ഷിയോ? അതെ, നീലിമ. ആ സമയത്ത് തന്നെ നീലിമ നല്ല മാസമായിട്ട് അങ്ങോട്ട് കയറി വരാൻ കേട്ടോ. നീലിമയെ കണ്ടപ്പോൾ സുധിയും ശ്രുതിയും ആകെ ഞെട്ടിത്തരിക്കാൻ. സുധിയുടെ മുഖത്തുള്ള മാറ്റം കണ്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെടാൻ കേട്ടോ. ശ്രുതിയും ആകെ പേടിച്ച് വിറച്ചാണ് നിൽക്കുന്നത്. എന്തേ, ഈ വരുന്ന ആളെ കണ്ടിട്ട് നിങ്ങൾക്ക് 2 പേർക്കും മുട്ട് വിറയ്ക്കുന്നുണ്ടോ? അപ്പോൾ സുധിയാണെങ്കിൽ ഒന്നും പറയാതെ നിൽക്കാൻ കേട്ടോ. അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവൻ എന്തൊക്കെ ബിച്ച് വിളിച്ച് പറയുന്നത്? മോനെ സുധി, ശ്രുതി, എന്തൊക്കെ ഇവൻ പറയുന്നത്? നീലിമേ വാ. അച്ഛാ, അമ്മേ,
ഈ കുട്ടിയെ ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് നീലിമ. ഏത് നീലിമയായാലും ഞങ്ങൾക്കെന്താ? ഇവളെന്തിനാ നീ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഒന്നടങ്ങമേ. കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അമ്മ ഞെട്ടാതിരുന്നാൽ മാത്രം മതി. ആ ദേ ഇവന്റെ ഇവളുടെ മുഖത്തോട്ട് മാറി മാറി നോക്കിക്കോ കേട്ടോ. ഭാവമാറ്റങ്ങൾ മിന്നിമായുന്നത് കാണാം. ചന്ദ്രമതിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ രവി പറയുന്നുണ്ട്, സച്ചി നീ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറ. അച്ഛാ അമ്മേ, ഞാൻ പറഞ്ഞല്ലോ, ഇത് നീലിമ. ഈ കുട്ടിക്ക് ഡ്രൈവറായി പോവാറുണ്ട് ഞാൻ. ഇന്ന് ഞാൻ ഈ നീലിമയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോ ഞാൻ രേവതിക്കും അതുപോലെ രേവതിയുടെ അനിയത്തിക്കും കാണിച്ചു കൊടുത്തു. ദേവുനെ, ഇതൊക്കെ എന്തിനാടാ നീ ഇവിടെ വിളിച്ച് പറയുന്നത്? കാര്യം പറയാനല്ലേ നിന്നോട് പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ ചന്ദ്ര ദേഷ്യപ്പെട്ട് പറയാൻ കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അടങ്ങമ്മേ, ഞാൻ കാര്യം പറയട്ടെ. അങ്ങനെ ആ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോഴാണ് രേവതിയും ദേവു എന്നോട് പറഞ്ഞത്, ദേ ഈ നിൽക്കുന്നവനുണ്ടല്ലോ, അമ്മയുടെ മൂത്ത മോൻ സുധി, ഇവന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ തട്ടിയെടുത്തോണ്ട് പോയ വില്ലത്തിയാണ് ഇവളെന്ന്. എന്ത്? ഇവളാണ് എൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ തട്ടിയെടുത്തത്? അമ്മേ, കാര്യം അറിയുന്നതിന് മുമ്പ് വേടി പൊട്ടിക്കാൻ വരട്ടെ. സത്യം എന്താണെന്നുള്ളത് അറിയും. ഹെടി നീ ദേ സച്ചി പറഞ്ഞു, കാര്യം അറിഞ്ഞിട്ട് എന്നോട് സംസാരിച്ചാൽ മതിയെന്ന്. അമ്മേ അടങ്ങ്, ഞാൻ പറയുന്നത് കേക്ക്. അങ്ങനെ കുറേ നാൾ ഈ കുട്ടിയുടെ കയ്യിലായിരുന്നു കാശ്. ഇവളാണെങ്കിൽ ഈ കാശും കൊണ്ട് കാനഡയിലോട്ട് പോയി വലിയ ബിസിനസ്സൊക്കെ ഉണ്ടാക്കി. കാശ് ഇവന് തിരികെ കൊടുക്കാൻ തന്നെയായിരുന്നു ഇവൾ തീരുമാനിച്ചത്. പക്ഷേ ആ സമയം കൊണ്ട് ഈ പാലർകേടിയുടെ തലയിൽ നല്ലൊരു ഉഗ്രം വിദ്യ ഉദിച്ചു. ഉഗ്രം വിദ്യ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചേറിപ്പോവും. അത്രക്കും നല്ല വിദ്യ. ഇവനും ഇവളും കൂടി ചേർന്ന് അച്ഛന് തരാനുള്ള മുഴുവൻ കാശും ഇവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്തു. ഡാ, ഇവള് വെറുതെ പറയുവാ. എൻ്റെ സ്തുതി ആരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടില്ല. അമ്മേ, ഈ ചോദ്യം അവനോട് ചോദിക്ക്, അല്ലാതെ നീലിമയോടല്ല. നീലിമേ, ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് പോലീസിനെ സാക്ഷി നിർത്തിയാണ് എൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ മേടിച്ചത്. 50 ലക്ഷം രൂപ മാത്രമല്ല, ഇവരെൻ്റെ കയ്യിൽ നിന്ന് അതിനുള്ള പലിശയ്ക്കുള്ള പണവും മേടിച്ചു. 3 ലക്ഷം രൂപയും കൂടി. എല്ലാം കൂടി ചേർന്ന് 53 ലക്ഷം രൂപയാ ഇവർ മേടിച്ചെടുത്തത് എൻ്റെ കയ്യിൽ നിന്ന്. ആ കാശ് പോയ കൂട്ടത്തിൽ ഞാൻ വെച്ചതാ. എന്തായാലും സത്യം എല്ലാവരും അറിയിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രമതിക്ക് ആകെ ഞെട്ടിത്തരിച്ച രീതിയിൽ ഇങ്ങനെ നിൽക്കാനിട്ടോ ചന്ദ്രമതി. ഇവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന പണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ പുകിലാ ഉണ്ടാക്കിയത്. ആ കാശ് ഞാൻ കൊടുത്തതാ. എന്തായാലും നിങ്ങളോട് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തതിന് ഞാൻ ക്ഷമ ചോദിക്കാം. കാശ് ഞാൻ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ 3 ലക്ഷം രൂപ പലിശയായിട്ട് എൻ്റെ അടുത്ത് വാങ്ങിച്ചതേ ദേ ഇവളുടെ ബുദ്ധിയാ, ഈ ശ്രുതിയുടെ. എല്ലാവരും ഭയങ്കര ഷോക്കിലാണ് കേട്ടോ. ചന്ദ്രമതി ദേഷ്യപ്പെട്ട് ശ്രുതിയെ നോക്കുന്നുണ്ട്. ആ സമയത്ത് രവി പറയുന്നുണ്ട്, അപ്പോൾ എൻ്റെ 50 ലക്ഷം രൂപ ഇവരുടെ കയ്യിലുണ്ടായിരുന്നോ? അതെ, ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ആ പൈസ വെച്ചിട്ടാ ഇവർ ഷോറൂം തുടങ്ങിയതും പല അഹങ്കാരങ്ങളും ചെയ്തു കൂട്ടിയതും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാനാണ് 53 ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തത്. ആ കാശുകൊണ്ടാണ് ഇവരിപ്പോൾ ഈ കാണുന്ന ആർഭാടങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അല്ലാതെ ഇവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന പണമൊന്നും അല്ല. ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് ദേഷ്യവും വരുന്നുണ്ട്, അതുപോലെ തന്നെ ആകെ പേടിയും വരാൻ കേട്ടോ. ചന്ദ്രമതി ആണെങ്കിൽ നേരെ സുധിയുടെ അടുത്തോട്ട് ചെല്ലാണ്. എടാ, എന്തീ കേൾക്കുന്നത്? എന്താടാ കേൾക്കുന്നത്? ഇതും പറഞ്ഞിട്ട് ഷോൾഡർ പിടിച്ചങ്ങ് വലിക്കുന്നുണ്ട് കേട്ടോ സുധിയുടെ. പറയടാ, എന്തിനാടാ എന്നെ നിന്റെ അച്ഛനെ നീ ചതിക്കുന്നത്? അത് പിന്നെ അമ്മേ, അങ്ങനെ തല്ലുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. അയ്യോ അമ്മ തല്ലല്ലേ, ഞാൻ പറയാം. എല്ലാം ശ്രുതി പറഞ്ഞിട്ടാണ് ചെയ്തത്. ശ്രുതിയുടെ ഐഡിയ ആയിരുന്നു ഇതെല്ലാം. എന്ത്? ശ്രുതിയോ? ശ്രുതിയുടെ അച്ഛൻ തന്ന പണമെന്നും പറഞ്ഞ് ഷോറൂം തുടങ്ങാമെന്നും ബാക്കി പൈസ അക്കൗണ്ടിലിടാമെന്നും ശ്രുതി എന്നോട് പറഞ്ഞത്. ആ സമയത്ത് ശ്രുതിയുടെ ഷോൾഡറിൽ നിന്ന് കൈ വിടാണ്ട് ചന്ദ്രമതി. എന്നിട്ട് നേരെ ശ്രുതിയുടെ നേരെ നടക്കാണ് കേട്ടോ. നേരെ പോയിട്ട് ശ്രുതിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. അത് പിന്നെ ആൻറ്റി, ശബ്ദിക്കരുത്, മിണ്ടി പോരുത് നീ. ഇതും പറഞ്ഞിട്ട് ശ്രുതിയുടെ കാരണം നോക്കി വരണം പൊട്ടിക്കാണ്ട ചന്ദ്രമതി. എന്നിട്ട് അവളെ പിടിച്ച് കുലുക്കിയിട്ട് പറയുന്നുണ്ട്, എന്തിനാടി മഹാബാബി നീ എന്നോട് ഈ കുറ്റം ചെയ്യുന്നത്? ഇതിന് മാത്രം തെറ്റ് ചെയ്യാൻ ഞാൻ നിന്നോട് എന്താടി ചെയ്തത്? നിന്റെ അച്ഛൻ മലേഷ്യയിലാണെന്ന് പറഞ്ഞ് ഒരുപാട് കാശ് കൊണ്ടുവരുന്നു പറഞ്ഞ് ഞാനിവിടെ എല്ലാവരുടെ മുന്നിൽ അഹങ്കരിച്ചു. നീ എന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തില്ല മഹാഭാവി. എടി, നീ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നിന്റെ അച്ഛൻ മലേഷ്യയിലുണ്ടോ? അങ്ങനെ ഒരുത്ത മലേഷ്യയിലുണ്ടോന്ന്? അല്ല, നിന്റെ ഇളയച്ചൻ കാശ് കൊണ്ട് തന്നെന്നും പറഞ്ഞ് നീ ഇവിടെ പൈസ ഇറക്കിയിരുന്നല്ലോ. അതൊക്കെ ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കാശായിരുന്നു അല്ലേ? എടി, നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ ആൻറ്റി എന്നെ. എന്നാൽ ഇത് കണ്ടുകൊണ്ട് എല്ലാവരും നോക്കിക്കാട്ടോ. ശ്രുതി വരെ നോക്കി നിൽക്കുകയാണ്. ആൻറ്റി പ്ലീസ് ഇറങ്ങടി ഇവിടുന്ന്. ഇനിയൊരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കരുത്. നിനക്കിവിടെ നിൽക്കാൻ യാതൊരു യോഗ്യതയില്ല. എൻ്റെ മോൻ്റെ ലൈഫിൽ നിന്ന് എന്നേക്കുമായിട്ട് പൊയ്ക്കോ. രവിക്കാണെങ്കിൽ തടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ. കാരണം അവർ ചെയ്തു കൂട്ടിയത് അത്രത്തോളം ആണല്ലോ. എടേ, നിന്നോട് ഇറങ്ങി പോവാനാ പറഞ്ഞത്. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവളെ പിടിച്ച് വലിച്ചയക്കുന്നുണ്ട് കേട്ടോ. നിന്നെ പോലെ കള്ള മാത്രം പറഞ്ഞ് വീട്ടിൽ തങ്ങി പിടിച്ച് നിൽക്കുന്നവളെ ഒരു കാലത്ത് വിശ്വസിക്കാൻ പറ്റില്ല. എന്തിന് പറയടി, നിന്നേക്കാൾ എത്രയോ ഭേദോ
ഞാൻ കുപ്പത്തൊണ്ടിയുടെ പോലും വില കൊടുക്കാത്ത രേവതി ചതിച്ചില്ലേടി എന്നെ. നിന്നെയൊക്കെ സ്നേഹിച്ച് അത്രയും തലയ്ക്ക് മുകളിൽ കയറ്റി കൊണ്ട് നടന്നിട്ട് എന്നെ നീ ചതിച്ചില്ലേടി. എൻ്റെ മോനിനി നീ വേണ്ട. എൻ്റെ മോൻ നല്ലപോലെ ചിന്തിക്കുമ്പോൾ നീ അവരെ വഴി തെറ്റിക്കാൻ വേണ്ടി ചിന്തിക്കുന്നു. ആ 50 ലക്ഷം രൂപ നീ കിട്ടി എന്ത് ചെയ്യണമായിരുന്നു? ഇങ്ങേരെ ഏൽപ്പിക്കണമായിരുന്നു. ഇങ്ങേര് ചോര നീരാക്കിയ കാശാണത്. അതിന് പകരം അവളുടെ അച്ഛൻ തന്ന കാശാണെന്നും പറഞ്ഞ് അവളിവിടെ വിലസുവാ. ഡാ, ഇനി നീ ആ ഷോറൂം വിറ്റിട്ട് ആ കാശ് ഇദ്ദേഹത്തിന് കൊണ്ട് മര്യാദയ്ക്ക് കൊടുത്തോളണം. നീ ഈ ജന്മം നന്നാവാൻ പോകുന്നില്ലടാ. നിന്നെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു, പക്ഷേ അതൊക്കെ വെറുതെ ആയി പോയല്ലോ. വാഴ ഇവൻ. എടി ഇറങ്ങിപ്പോടി ഇവിടുന്ന്. ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പുറത്താക്കുന്നുണ്ട് കേട്ടോ. മേലിൽ എൻ്റെ കൺമുമ്പിൽ നിന്നെ കണ്ടുപോകരുത്. ഇറങ്ങിപ്പോടി. അങ്ങനെ ശ്രുതിയെ തിരിച്ചും മറിച്ചൊക്കെ ചന്ദ്രമതി തല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രുതിയെ പുറത്തോട്ടൊരൊറ്റ വലിച്ചെറിയലാണ്. ശ്രുതിയാണ് ഈ മുറ്റത്ത് പോയിട്ട് വീഴുന്നുണ്ട് കേട്ടോ. ശ്രുതിയുടെ മുട്ട് കൈയൊക്കെ പൊട്ടുന്നുണ്ട്. അയ്യോ ആൻറ്റി. അപ്പം ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ മിണ്ടരുത്. നിനക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണോ? ഏയ് വേണ്ട. എന്നാ പിന്നെ അകത്ത് പോടാ. നീ ഈ വീട് മുറ്റത്തുനിന്ന് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോണം. ഇനി ഞാൻ വരുമ്പോൾ നിന്നിവിടെ കാണാൻ പാടില്ല. എന്ത് ചെയ്യണം നിങ്ങളുടെ കാര്യത്തിലെന്ന് എനിക്കറിയാം. നീ എൻ്റെ മകൻ്റെ ഭാര്യയായി ഇനി ജീവിക്കണ്ട. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോവുക? സുധിയും ശ്രുതിയും തമ്മിലുള്ള ഡിവോഴ്സിലേക്ക് എത്തുമോ? ചന്ദ്രമതിന് എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നതെന്നുള്ളതിൻ്റെ കിടിലൻ അപ്ഡേറ്റ് ആയിട്ടുള്ള എപ്പിസോഡ്, നെക്സ്റ്റ് വീക്കിലെ എപ്പിസോഡ് ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.